നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട്ടിലെ എന്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ. ആ കാഴ്ചകളിലേക്കൊക്കെ തന്നെ വരികയും ചെയ്യാം. ഒപ്പം തന്നെ പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഇനി 3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒപ്പം തന്നെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നത് നാളെയാണ്. അത് കൊട്ടിക്കലാശം ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുന്നണികളെല്ലാം തന്നെ തയ്യാറെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ വാർത്തകളിലേക്കൊക്കെ തന്നെ നമുക്ക് ഉടനടി തന്നെ എത്തുകയും ചെയ്യാം. ഒപ്പം ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. യെസ്, അത് തന്നെയാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കുകയാണ്. എന്നോടൊപ്പം ജഷീർ പള്ളിവേലുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. ഒപ്പം തന്നെ ഈ വാർഡിന്റെ മെമ്പർ കൂടിയാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണല്ലേ. എന്തായാലും സ്വാഗതം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ ഇവിടുത്തെ? തെരഞ്ഞെടുപ്പ് പ്രചാരണം നല്ല ശക്തമായ ഒരു പ്രചാരണമാണ്. ഈ ചൂടിന്റെയൊക്കെ അതികാഠിന്യമൊക്കെ മറികടന്നിട്ടുള്ള ഒരു ശക്തമായ ഒരു പോരാട്ട ഭൂമികയിലാണുള്ളത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഞങ്ങളുടെ അഭിമാനമായ ഇന്ത്യയുടെ രാജകുമാരൻ വീണ്ടും വയനാട്ടിൽ മത്സരിക്കുകയാണ്. അതിന്റെയൊക്കെ വലിയ സന്തോഷത്തിലാണ് വയനാടൻ ജനതയുള്ളത്. ഒപ്പം ഞങ്ങൾ ഇവിടെ തന്നെ തെരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടം മേഖലയെക്കുറിച്ചും ഒപ്പം തന്നെ അവിടുത്തെ പ്രതിസന്ധികളെ കുറിച്ചും ഒക്കെ തന്നെ അവരോട് ചോദിക്കുകയും ഒപ്പം തന്നെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് എംപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഇന്ന് മോർണിംഗ് ഷോ ഇവിടെ നിന്ന് ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഒപ്പം ജഷീർ എന്തായാലും ഇവിടുത്തെ തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഇവിടുത്തെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ നിരവധി സംവദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി, അത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? തോട്ടം മേഖലയിലെ പ്രതിസന്ധികൾ വർഷങ്ങളിലായി കാലങ്ങളിലായി നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ഇവരുടെ പുനരധിവാസം മാറി മാറി വന്ന ഗവൺമെന്റുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഗവൺമെന്റുകൾ ഏറ്റെടുക്കുമെന്ന് പറയുന്നു. പക്ഷേ പുനരധിവാസത്തിന് ഒരു പുൽനാമ്പ് പോലും എടുത്തു വെച്ചിട്ടില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ രാവിലെ 7 മണിക്ക് 5 മണി 6 മണിയോടുകൂടി എഴുന്നേറ്റ് ചപ്പുകാട്ടിൽ വരുന്നു. ചപ്പു പറിക്കുന്ന സ്ത്രീകള്, അതോടൊപ്പം തന്നെ അത് വെയിലായാലും മഴയായാലും കാറ്റായാലും കൊടുങ്കാറ്റായാലും അതിനെയൊക്കെ അതിജീവിക്കുന്ന ആളുകളാണുള്ളത്. പക്ഷെ അവരെ പ്രതിസന്ധികൾക്കൊരു മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങളെ എംപിയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള അതിനുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഈ മേഖലയിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, അതോടൊപ്പം തന്നെ ഈ ഡിവിഷനൊക്കെ പ്രതിദാനം ചെയ്യുന്ന മെമ്പറാണ് റഫീഖ. ഈ തോട്ടം മേഖലയിലെ സൂപ്പർവൈസർ ജോലി കൂടി എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കും. അദ്ദേഹം നിരന്തരം ഈ വിഷയങ്ങളിലുമായൊക്കെ ബന്ധപ്പെടുന്നതാണ്. രാഹുൽ ഗാന്ധി എംപിയെ സംബന്ധിച്ചിടത്തോളം തോട്ടം മേഖലയ്ക്ക് പ്രത്യേകം ഒരു പാക്കേജ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വർഷങ്ങളിലായിട്ട് തുടരുന്നുണ്ട്. അദ്ദേഹം വയനാട്ടിൽ ഈ പ്രദേശത്തൊക്കെ സന്ദർശിച്ചൊരു വ്യക്തിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടക്കമിടുന്നതിൽ നോമിനേഷൻ പത്രിക സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിറങ്ങിയത് തോട്ടം മേഖലയിലാണ്. ഇതിന്റെ ഹൃദയ ഭാഗത്താണ് ഹെലികോപ്റ്റർ വന്നിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളെയൊക്കെ നേരിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട്. കൂടുതൽ ഈ വിഷയങ്ങളൊക്കെ പഠിക്കാനും ഇത് പാർലമെന്റിൽ എത്തിക്കാനും അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ സാധ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, അതായത് മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ, അതായത് ജഷീറിന്റെ ഒരു രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയാം. അപ്പം ആ ഒരു കാരണം, അതായത് അത് വ്യക്തമായി തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി നിന്ന് പറയാൻ അത് ഏവർക്കും പറ്റുമെന്ന് തോന്നുകയും ചെയ്യുന്നില്ല. എന്തായാലും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി നിരവധി തവണ ഇത്തരത്തിൽ ഒരു പുനരധിവാസ പാക്കേജ് അടക്കം പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കാർഷിക പ്രശ്നങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെ വന്യജീവി ആക്രമണങ്ങൾ വളരെ രൂക്ഷമാകുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തോന്നുന്നുണ്ട്. ഈ ഗവൺമെന്റുകൾ അവരുടെ ഇപ്പോ പ്രത്യേകിച്ച് പിണറായി ഗവൺമെന്റിന്റെ വലിയൊരു പരാജയമാണ് ഇത്തരത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗത്തെ ഒരു തെല്ലും അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളോ അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാനോ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നില്ല. ഇപ്പൊ ഞാനൊക്കെ രണ്ടാമത്തെ തവണയാണ് ജനപ്രതിനിധിയാവുന്നത്.
ആദ്യം മത്സരിക്കുന്നത് ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന ഡിവിഷനിലാണ്. രണ്ടാമത്തെ തവണയാണ്. അതും ഒരു തോട്ടമേഖലയാണ്. ഈ തോട്ടമേഖലകളിലെ പ്രതിസന്ധികൾ ഒരു പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നേതൃത്വം തയ്യാറാകുന്നില്ല. അത് നമ്മളെ ഒരു വലിയ ഒരു ആശങ്കയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇവരുടെ വിഷയങ്ങൾ ബന്ധപ്പെട്ട മേഖലകളിൽ നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളാണ്. ബഹുമാനായ പ്രസിഡന്റായിരുന്ന സമയത്ത് FA റഫീഖ് പ്രസിഡന്റ് കൃത്യമായിട്ട് ഈ വിഷയങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ട തദ്ദേശ മേഖലയിലെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ഈ വിഷയങ്ങൾ അറിയിക്കാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. ഇവർക്ക് പാക്കേജ് എന്നത് പ്രഖ്യാപിത നയമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ഇവർക്കുള്ള എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് കൊടുക്കുന്ന ഒരു സൗകര്യങ്ങൾ കൂടുതൽ. പിന്നെ ഇതാ നമ്മുടെ പാടിയിലെ അസൗകര്യങ്ങളൊക്കെ, താമസ സൗകര്യങ്ങളൊക്കെ ഇന്നും ബ്രിട്ടീഷുകാർ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ആ കാലത്തുള്ള പിന്നെ കാര്യങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹവുമായി സംസാരിച്ച് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ തന്നെ വരാം. അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. അതായത് വടകര നിലനിർത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടും ഒപ്പം തന്നെ ജനങ്ങൾ തീരുമാനമെടുത്ത പോലെ അനുഭവപ്പെടുന്ന രീതിയിലാണ്. ഒപ്പം തന്നെ വീഡിയോ ഇല്ലെന്നുള്ള ആരോപണം ഉന്നയിച്ചവർക്ക് തന്നെ പറയേണ്ടി വന്നു എന്നും ഇല്ലാത്ത വീഡിയോയുടെ പേരിൽ തനിക്ക് ഉമ്മയില്ലേ എന്ന് വരെ ചോദിക്കുകയും ചെയ്തു. വ്യാജ വീഡിയോ ചർച്ചയുടെ ഗുണം തനിക്ക് വേണ്ട എന്നും ഷാഫി പറമ്പിൽ ന്യൂസ് 8 വ്യക്തമാക്കുകയാണ്. എന്തായാലും ആ ഒരു പ്രതികരണം കണ്ടതിന് ശേഷം നമുക്ക് തോട്ടം തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയങ്ങളിലേക്ക് വരാം, അവരുടെ പ്രതികരണങ്ങളിലേക്ക് വരാം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ നമുക്കൊപ്പം ഷാഫി പറമ്പിൽ ചേരുകയാണ്. സംസ്ഥാനം ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മണ്ഡലമാണ് വടകര. ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമായി വടകര മാറിയിരിക്കുന്നു. ഷാഫി പറമ്പിൽ ഇപ്പോൾ തിരക്കുകൾക്കിടയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഷാഫി, ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. എന്താണ് പ്രതീക്ഷ? ഇത് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തോന്നി കുറേ ദിവസമുണ്ട്, ഭയങ്കര സമയം അധികം എത്രയും ദിവസം വേണ്ടായിരുന്നു. ഇപ്പൊ എത്ര പെട്ടെന്നാണ് സമയം പോയതെന്ന് അറിഞ്ഞില്ല. ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് വടകരയിൽ വന്നിറങ്ങി ഇപ്പൊ കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ കോൺഫിഡൻസ് ലെവൽ താഴെ പോകുന്ന ഒന്നും വടകര ഇതുവരെ ഞങ്ങളോട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ നട്ടുച്ച നേരത്ത് കാണുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ പ്രതീക്ഷകളും ഞങ്ങളുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ആ വർധനവ് തീർച്ചയായിട്ടും ജയത്തിലേക്ക് എത്തും. അത് സീറ്റ് കംഫർട്ടബിൾ ആയിട്ട് നിലനിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടെ ആളുകളോട് സംസാരിച്ചപ്പോൾ അവരുടെ ഏറ്റവും വലിയ പരാതി ഷാഫി വാക്ക് പാലിക്കുന്നില്ല എന്നുള്ളതാണ്. വൈകിട്ട് 4 മണിക്ക് എത്താന്ന് പറഞ്ഞാൽ പുലർച്ചെ 3 മണിക്കാണ് എത്തുന്നതാണ്. ഞാൻ വാക്ക് പാലിക്കാത്തതല്ല, ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ലേറ്റ് ആവുന്നുണ്ട്, അതൊരു സത്യം. പക്ഷെ എന്താ കാര്യം എന്നറിയോ, നമ്മളിപ്പോ തീരുമാനിക്കുന്ന പോയിന്റുകൾ 20 20 പോയിന്റ് തീരുമാനിച്ചിട്ടാണ് നമ്മൾ പര്യടനം തുടങ്ങുക. പക്ഷെ പോകുന്ന വഴിയിൽ അവരവരുടെ ഇടങ്ങളിൽ പോയിന്റ് ഇല്ല എന്നറിഞ്ഞിട്ട് അവർ സ്വമേധയെ ഇറങ്ങി നിൽക്കുക. അവിടുത്തെ ആളുകളെല്ലാം കൂടെ ഇറങ്ങി നിന്നിട്ട് പ്രചരണ വാഹനം തടുക്കുക. ഇവിടെ കണ്ടിട്ട് പോയാൽ മതി, ഇവിടെ 2 വർത്താനം പറഞ്ഞിട്ട് പോയാൽ മതി. ഇപ്പൊ ഈ പോയിന്റ് എത്തുന്നതിന്റെ മുമ്പ് നമ്മൾ നേരത്തെ കണ്ട നമ്മൾ വണ്ടിയിലുണ്ടായിരുന്നു വാഹന പര്യടനം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ നോക്കുമ്പോൾ പലയിടങ്ങളിലും ഇറങ്ങി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വോട്ട് ചോദിക്കുന്നു. ആളുകളെ അങ്ങനെ കണ്ടിട്ട് എങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ആളുകളെ കണ്ട ആളുകളാണല്ലോ ഞങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അവരങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അവരെ കണ്ടിട്ട് കാണാത്ത പോലെ പോവാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ട് അവരെ കാണേണ്ടി വരും. അപ്പൊ അവരോട് കണ്ട് ചിലപ്പോൾ 2 വാക്ക് പറയേണ്ടി വരും, ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. പിന്നെ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും ലേറ്റ് ആയി പോവാ. പിന്നെ കൃത്യസമയത്ത് എത്തണമെങ്കിൽ ഈ വഴിയിൽ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് പോകേണ്ടി വരും. അതെന്നെ കൊണ്ട് പറ്റുന്നില്ല. 18 വയസ്സിന് മുകളിലാണ് വോട്ടവകാശം. ഷാഫി പഞ്ച് ചെയ്യുന്ന കുട്ടികൾ അധികവും കൊച്ചുകുട്ടികളാണ്. അത് വോട്ടിനല്ല, അത് അവരുമായിട്ട് കണക്റ്റഡ് ആവാനാണ്. അവര് ഭയങ്കര എനർജിയാണ്, അവരുടെ വൈബ് വേറെയാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ പോസിറ്റീവാക്കി നിർത്താൻ ഏറ്റവും നല്ല കുട്ടികൾ. അത് ഇലക്ഷന് വേണ്ടി മാത്രമുള്ള പഞ്ചല്ല, അതെന്റെ പൊളിറ്റിക്കൽ ക്യാരക്ടറിന്റെ ഭാഗമാണ്. ഇവിടെ മൊത്തം വടകരയുടെ സ്വന്തം ഷാഫി എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. വടകരയ്ക്ക് സ്വന്തമായോ? ആയോ? ഓക്കെ, ഇപ്പോ ഇലക്ഷൻ പ്രചരണമൊക്കെ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ നിവേദനമൊക്കെ മേടിക്കുന്നുണ്ട്. പക്ഷെ ഷാഫി ഇപ്പോൾ പലരുടെ കയ്യിൽ നിന്നും പേപ്പറുകൾ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. എന്താണത്? അവിടുത്തെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, ചിലരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചിലത് പൊതുവായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അതെനിക്ക് തോന്നുന്നൊരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും. പാലക്കാടിന്റെ MLA ആണ്. ഈ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കും ഇവിടുത്തുള്ളവരെ സഹായിക്കാനുള്ള അവസരം. ആ റിസൾട്ട് അവരൊരു തീരുമാനം എടുത്ത പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എന്നാലും 4-ാം തീയതിയാണ് അതിന്റെ പ്രഖ്യാപനം വരുന്നത്. പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ, ആ വിശ്വാസമാണെന്ന് തോന്നുന്നു ആ നിവേദനം എന്നെ ഏൽപ്പിക്കുന്നത്. MP ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഞാൻ കാണുമ്പോൾ MP ഗോവിന്ദൻ പറഞ്ഞത് കൌണ്ടിംഗ് തുടങ്ങിയാൽ ആദ്യം വിജയം ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് വടകരയാണെന്നാണ്. LDF വിജയം ഉറപ്പിക്കുന്നത് ആയിരിക്കും, ആദ്യം വിജയം ഉറപ്പിക്കുന്ന മണ്ഡലം വടകരയായിരിക്കും. പക്ഷെ ജയിക്കുന്നത് ഞങ്ങളായിരിക്കും.
അത്ര ഉറപ്പാണ്. ജനങ്ങൾ തരുന്ന ഉറപ്പാണ്. ഇതിപ്പോ ഈ ഉറപ്പ് നമ്മൾ വേറെ എവിടെ നിന്നും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതല്ലോ. ഇവിടെ വരുമ്പോ ആൾക്കൂട്ടമുണ്ട്, ഭയങ്കര സ്നേഹമുണ്ട്. പക്ഷേ EVM-ൽ പതിയണം. പിന്നെ ഇപ്പൊ ഞാൻ സിനിമാ നടനൊന്നും അല്ലല്ലോ. ഇവിടെ വരുമ്പോ ആള് കൂടാൻ ഞാൻ സിനിമാ നടനും ഗായകനൊന്നും അല്ലല്ലോ. ഞാനൊരു പൊതുപ്രവർത്തനല്ലേ. ഞാൻ പറയുന്ന രാഷ്ട്രീയത്തോടും ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളോടുള്ള അവരുടെ പിന്തുണയല്ല അവരെ അറിയിക്കുന്നത്, എന്റെ സ്ഥാനാർത്ഥിത്വത്തോടും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഈ നട്ടുച്ച വെയിലത്ത് വെയിലും കൊണ്ട് പ്രയാസപ്പെട്ട് ഇവിടെ വന്ന് നിന്നിട്ട് അവിടെ പോയിട്ട്, കാരണം ഇവരെ ആരും നിർബന്ധിച്ചു കൊണ്ടുവരുന്ന ആരുമില്ല. അത് നമ്മളിപ്പോ വഴിയരികിൽ കണ്ടതാണ്. ഇവിടെ നിർബന്ധിച്ചു വരുന്ന ആരുമില്ല. അപ്പൊ അത് വഴിയരികിൽ നമ്മൾ കണ്ടതാണ്. ആളുകൾ സ്വമേധയാ ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വടകരയിലെ വോട്ട് ഷാഫിക്ക് അവർ എന്തിനു തരുന്നതാണ്? വടകരയിലെ വോട്ട് ഒന്ന്, ഈ രാജ്യം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അതിന്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയുന്നവരാണ് വടകരയിലെ വോട്ടർമാര്. ആ വോട്ട് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ മതേതര സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി രേഖപ്പെടുത്തുന്ന ആദ്യത്തെ വോട്ട്. രണ്ട് ഭരണകൂടങ്ങളും ജനങ്ങളെ കഴിവിന്റെ പരമാവധി വെറുപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാൻ ചേരുന്ന വോട്ട്. 3 അക്രമ രാഷ്ട്രീയം അതിന്റെ എല്ലാ പരിധിയും കടന്ന് ഈ നാടിനെ വീണ്ടും അസ്വസ്ഥപ്പെടുത്തുകയാണ്. ആ അസ്വസ്ഥതകൾക്കെതിരെ സമാധാനത്തിന് വേണ്ടി രേഖപ്പെടുത്തുന്ന വോട്ട്. ഇത് അതിന്റെ പൊളിറ്റിക്സ്. ഇനി വികസന കാര്യങ്ങളാണെങ്കിൽ ഒന്നാമത്തെ വോട്ട് എന്ന് പറയുന്നത് ഈ നാടിന്റെ പുരോഗതി. അതായത് ഇപ്പം ഞാനൊരു ചെറുപ്പക്കാരെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ അവസരം കിട്ടുമ്പോൾ ഇവിടുത്തെ യുവതക്ക്, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഇവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് വടകരയെ മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ വികസന കാര്യങ്ങൾക്ക് കൃത്യമായി ഇന്ന് ഞങ്ങളുടെ മുൻ MP-മാർ ചെയ്ത കാര്യങ്ങൾക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായിരിക്കും വോട്ട്. ഇപ്പോൾ സംസാരിച്ചപ്പോൾ CAA കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പൗരത്വ വിഷയം ഒരു ഫാക്ടറാണോ വടകരയിൽ? ഇത് ഫാക്ടർ ആണല്ലോ. അത് വടകരയിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലായിടത്തും അത് ഫാക്ടർ ആവണം. കാരണം അതൊരു മതത്തിന്റെ പ്രശ്നമല്ല, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ആണ്. ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന പ്രാഥമികമായ നമ്മുടെ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ കവരാൻ ഒരു ഭരണകൂടം തന്നെ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തെ അതിനെ നേരിടാൻ ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ ഈ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ആ നിലക്ക് അത് തീർച്ചയായിട്ടും. രാഹുൽ പ്രതികരിച്ചില്ല എന്നൊരു ആരോപണം പിണറായി ഈ വിഷയത്തിൽ ഉയർത്തി, അത് മറികടന്നു. ന്യൂസ് 18 തന്നെ എത്ര തവണ വാർത്ത കൊടുത്തു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം? നിങ്ങൾ അന്ന് കോഴിക്കോട് ലൈവ് ഉണ്ടായിരുന്നല്ലോ. എത്ര തവണ രാഹുൽ ഗാന്ധി? അതിലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആർക്കാ പറയാൻ പറ്റുക? എല്ലാവരും പറഞ്ഞു. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ചിദംബരം പറഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ക്യാബിനറ്റ് ഡിസിഷൻ, ഞങ്ങൾ വന്നാൽ ആദ്യത്തെ ഡിസിഷനിൽ അതിനെ സ്ക്രാപ്പ് ചെയ്യും എന്ന് പറയുന്നത്. അത് ഞങ്ങൾ മറികടക്കാത്തതോ ഞങ്ങൾ പ്രതികരിക്കാത്തതിന്റെ പ്രശ്നമല്ല. അവിടെ മുഖ്യമന്ത്രി മറികടക്കേണ്ടത് മോദി പേടിയാണ്. അത് മറികടക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ഗോൾ പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് രാഹുൽ ഗാന്ധിയുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവെക്കുന്നത്. ഗോൾ അടിക്കേണ്ടത് മോഡിക്കെതിരെയാണ്, രാഹുൽ ഗാന്ധിക്കെതിരെയല്ല. അത് അദ്ദേഹത്തിന് സാധിക്കാത്ത പല സാഹചര്യങ്ങളുണ്ട്. പക്ഷേ രാഹുലിന്റെ അന്നത്തെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തത് ഷാഫിയാണ്. ഷാഫിയുടെ വാക്കുകളിലൂടെയാണ് നമ്മൾ എല്ലാവരും കേട്ടത്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നല്ല, അവിടെ വന്ന അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് വരുന്നില്ല, തന്നെ അറസ്റ്റ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഷാഫിയുടെ വാക്കിലൂടെ അറിഞ്ഞത്. ഇന്ന് രാഹുൽ വരാൻ നിശ്ചയിച്ചിരുന്ന പരിപാടി റദ്ദാക്കി. അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല. അതിപ്പോ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതല്ല, അതൊരു നെക്സസിനെ എക്സ്പോസ് ചെയ്യുന്നതാണ്. മറ്റു മുഖ്യമന്ത്രിമാർ ഇവർക്കെതിരായതിന്റെ പേരിൽ ഇവരെടുക്കുന്ന സ്റ്റെപ്പുകൾ, മറ്റു നേതാക്കന്മാർ ഇവർക്കെതിരാകുമ്പോൾ ഇവരെടുക്കുന്ന സ്റ്റെപ്പുകൾ, എന്നാൽ അവരുടെ കൂടെ കൂടാൻ തീരുമാനിച്ചവരോട് പെട്ടെന്നൊരു വാഷിംഗ് മെഷീൻ പോലെ അവരെ വെളുപ്പിക്കുന്നത്, അതല്ല അവരുമായിട്ട് എന്തെങ്കിലും ധാരണയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നത്. ആ ഒരു സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതല്ലാണ്ട് നാളെ തന്നെ വന്നിട്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് കാണാനുള്ള കൊതി കൊണ്ട് പറയുന്നതല്ല. ആ വ്യത്യാസം അരവിന്ദ് കെജ്രിവാളിന് കിട്ടാത്ത, സോറന് കിട്ടാത്ത, അല്ലെങ്കിൽ സ്റ്റാലിന് പോലും അനുവദിക്കാത്ത, രാഹുൽ ഗാന്ധിക്കോ ഇത്രയും സീനിയർ ആയിട്ടുള്ള സോണിയാഗാന്ധിക്കോ ഒന്നും കിട്ടാത്ത കേസ് പരിഗണന പല കാര്യങ്ങളിൽ കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള നെക്സസിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ നെക്സസ് ആണ് അത്. ഈ രാജ്യത്തെ മൊത്തം CPM അങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയില്ല. CPM ദേശീയ നേതൃത്വം എടുക്കുന്ന സ്റ്റാൻഡുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാണ്. കേരളത്തിൽ ഇവർ തമ്മിലുള്ള ഒരു ധാരണയെ സംബന്ധിച്ചാണ് അത് സൂചിപ്പിച്ചത്. പിണറായി അതിന് മറുപടി പറഞ്ഞത് പഴയ പേര് ചൂണ്ടിക്കാട്ടിയാണ്. MV ജയരാജൻ ചൂണ്ടിക്കാട്ടിയത് കിങ്ങിണിക്കുട്ടൻ എന്ന ഒരു പേര് പരാമർശിച്ചുകൊണ്ടാണ്. അതിനെങ്ങനെയാ കാണുന്നത്? അതൊന്നും മറുപടി അറിയിക്കുന്നില്ല. ഇത്ര ഗൗരവമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ RSSനെയും സംഘപരിവാറിനെയും നിരന്തരം കടന്നാക്രമിച്ച് അതിന്റെ പേരിൽ പാർലമെന്റ് മെമ്പർ സ്ഥാനം വരെ കളയപ്പെട്ട് പിന്നെ സുപ്രീം കോടതി വഴി തിരിച്ചു വരേണ്ടി വന്ന് ഇരിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു, പിന്നെ അവിടുന്ന് തിരിച്ചു പോരാനായിട്ട് പറഞ്ഞ് പിന്നെ
ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കണ്ടിന്യൂസ് ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പഴയ പേരും പുതിയ പേരൊക്കെ ഇടുന്നത് അതൊക്കെ അവരവരുടെ നിലവാരത്തിനൊത്ത് പിന്നെ കേരളത്തിലെ ജനങ്ങൾ അത് അവരെ അളക്കത്തു. നമ്മുടെ ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം വിഷയങ്ങൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ മാറി മാറി ട്രെൻഡ് ഒക്കെ മാറി അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിച്ച ഒരു മണ്ഡലമാണ് വടകര. പാനൂരിന്റെ ബോംബ്, പിന്നീട് ഒരു വ്യാജ വീഡിയോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു. അല്ല, അത് ഇല്ല എന്ന് പറഞ്ഞല്ലോ, അതന്നെ ഏറ്റവും വലിയ സന്തോഷവും നന്ദി. ഇല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അതിന്റെ പേരിൽ ഞാൻ ഉൾപ്പെടെ വലിയ ആക്ഷേപം നേരിടേണ്ടി വന്നത്. പലയിടത്തും ചർച്ചയായി, പല ബുദ്ധിജീവി. ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് ടീച്ചർ പറയുന്നത്. ഫേക്ക് വീഡിയോ എന്ന് പറഞ്ഞു, അശ്ലീല പോസ്റ്റർ എന്ന് പറഞ്ഞു. അത് ടീച്ചർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയല്ലേ? അല്ല, അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഉറച്ചു നിന്നോട്ടെ. അവരെവിടെ ഉറച്ചു നിൽക്കുന്നുള്ളത്, ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എവിടെ ഉറച്ചു നിൽക്കുന്നുള്ളത് എന്റെ തീരുമാനമല്ലല്ലോ. അവരെവിടെയാന്ന് വെച്ചാൽ ഉറച്ചു നിന്നോട്ടെ. അങ്ങനെ ഒരു വീഡിയോ, അശ്ലീല വീഡിയോ ഇല്ല എന്നുള്ളത് ഇപ്പൊ എല്ലാവരും അംഗീകരിച്ചു. അതിന് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഷാഫിയുടെ പിന്നിൽ ഒരു സംഘമുണ്ട് എന്ന് ഇടത് സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു. അങ്ങനെ ഒരു സംഘമുണ്ടോ? ഉണ്ട്. എന്റെ പിന്നിലും എന്റെ ഒപ്പവും എന്റെ മുന്നിലും ഒക്കെ വടകരയിൽ ഒരു സംഘം ജനങ്ങൾ എന്റെ കൂടെ ഉണ്ട്. അവരുടെ തേരിലേറിയിട്ട് തന്നെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. എന്റെ കൂടെയുള്ള വ്യാജ വീഡിയോ നിർമ്മിക്കുന്ന സംഘത്തെ കുറിച്ചാണ്. അങ്ങനെ വീഡിയോ തന്നെ ഇല്ലല്ലോ, പിന്നെ ഇനിയിപ്പോ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ എനിക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ്? ഇല്ലാത്തൊരു വീഡിയോ ഈ ഒരു എതിർ സ്ഥാനാർത്ഥിയെ പറ്റിയിട്ട് അതൊക്കെ ഇപ്പൊ ആർക്കും കണ്ടാൽ മനസ്സിലാവുന്ന കാലമല്ലേ. വ്യാജ വീഡിയോ എന്ന് ഉദ്ദേശിച്ചത് ചില വാർത്തകൾ തെറ്റായി കോട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ. ഞാൻ പിന്നെ കെ രമ നടത്തിയ പത്രസമ്മേളനം 1.5 മിനിറ്റിന്റെ ഉള്ളിൽ 50 എഡിറ്റ് വെച്ചിട്ട് ഒരു സാധനം കഴിഞ്ഞ ദിവസം ഇറങ്ങി. എന്താ അതിൽ പോലീസ് കേസും അറസ്റ്റും നടത്താത്ത? പക്ഷേ ഇപ്പൊ വ്യാജ വീഡിയോ ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ നടന്ന ചർച്ചകളിൽ വന്ന കമന്റുകൾ, സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ, അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ എന്താ അറിയോ, ഇല്ലെങ്കിലും എത്ര സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ പറയണത്. എനിക്ക് ഉമ്മയില്ലേന്നാ ചോദിച്ചേ. നിങ്ങൾ ആരും കൺസേൺഡ് അല്ലല്ലോ. നിങ്ങൾ പോലും ചോദിച്ചില്ലല്ലോ ഷാഫിയുടെ ഉമ്മയില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നില്ലേ? ഇല്ലാത്തൊരു വീഡിയോന്റെ പുറത്ത് ഷാഫിക്ക് വിഷമമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകർക്ക് അതൊരു മാനസിക പ്രയാസമായോ? ഇല്ലാത്തൊരു നിങ്ങൾ ചോദിക്കാൻ മറന്നു. അത് തന്നെയാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുകയും ചെയ്തത്. ഞാനിപ്പോൾ ഉള്ളത് റിപ്പൺ 12-ലാണ്. വയനാട് ജില്ലയിലെ റിപ്പൺ 12-ലെ പോടാർ പ്ലാന്റേഷനിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ചപ്പ് നുള്ളിയെടുക്കുന്ന ആ ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ തോട്ടം തൊഴിലാളി അതിനോടൊപ്പം ഉണ്ട്. ഇവിടുത്തെ പ്രതിസന്ധിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കണം. ഇലക്ഷനൊക്കെയാണ്, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാധ്യത? എന്താ പറയാ, നമുക്കിപ്പോ ആര് നിന്നാലും നമുക്ക് നമ്മളെ കാര്യങ്ങൾ നേടണം അല്ലേ. ഞങ്ങൾക്ക് ഇതിൽ എടുത്തെങ്കിലേ ഞങ്ങൾക്കുള്ളൂ, നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളൊപ്പം നിൽക്കണം. ഞങ്ങളെ കാര്യം അതാ. ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഇവിടെ കാണാൻ വരാറൊക്കെ ഉണ്ടായിരുന്നു? ഇതുവരെ വന്നിട്ടില്ല. വോട്ടിന് വരും, വോട്ട് കിട്ടിയാ പിന്നെ പോവും, പിന്നെ തിരിഞ്ഞു നോക്കൂല. പിന്നെ 500 റുപ്യ ആക്കി തരാറിന് പോയിട്ട് ഇതുവരെ ആക്കി തന്നിട്ടില്ല. പിന്നെ കുറച്ചെന്തോ കൂട്ടി തന്ന് അതില് അങ്ങനെ നിക്കുന്നുണ്ട്. ഈ പുനരധിവാസ പാക്കേജ് വേണമെന്നുള്ളൊക്കെ ആവശ്യം നേരത്തെ മുതൽ ഉന്നയിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ എന്തൊക്കെയാ? ഇങ്ങനെ പിന്നെ കൂലി കുറച്ച് കൂട്ടിത്തരും. 500 ആക്കി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആക്കിയിട്ടില്ലല്ലോ. നമുക്ക് 500 വേണം കിട്ടണം എന്ന് പറഞ്ഞാൽ തരും എന്നാ നമുക്ക് തരണ്ടേ. ഇതുവരെ തന്നിട്ടില്ലല്ലോ. ഞങ്ങളോട് പ്രഖ്യാപിച്ചത് ഇതുവരെ ഇപ്പൊ ഞങ്ങൾക്ക് 474 റുപ്യ കൂലി ആയിട്ടുള്ളൂ. ഇതുവരെ പറഞ്ഞ സംഖ്യകൾ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ എന്താണുള്ളത് ഓല് തീർത്ത് തരണം. ആര് നമുക്ക് വോട്ടിന് നിന്നും ആര് ജയിക്കുകയാണെങ്കിലും ഓലെ കാര്യങ്ങള് ഓല് നമുക്ക് നമ്മളെ കാര്യം പോലെ ഓലെടുക്കണം. ആ കാര്യങ്ങൾ നമുക്ക് ശരിയാക്കി തരും വേണം. അപ്പം ഈ താമസിക്കാനൊക്കെ ഉള്ള എങ്ങനെ? ഉമ്മയുടെ പേരെന്താ? എന്റെ പേര് ആയിഷ. താമസിക്കാൻ ഞങ്ങള് ഇങ്ങനെ റൂമുകളുണ്ട്. അതൊക്കെ ആകെ പിന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും അത് ഭയങ്കര ഇതിലാണ്. അത് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളത്തിനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോ വീട്ടിലാണുള്ളത്. ഇവിടെ കടച്ചിക്കുന്ന് അറിയാം, അവിടെയാണ് എന്റെ വീട്. അവിടുന്ന് ഇങ്ങോട്ട് ജോലിക്ക് വരണം. ജോലി കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകും. പിന്നെ ഉള്ളതൊക്കെ ഈ പാടികളിലാണ് നിൽക്കുന്നത്. പാടിയില് പിന്നെ ഇനിയിപ്പോ നമുക്ക് ഫ്ലാറ്റൊക്കെ തരാറിട്ട് ഇതുവരെ ഒരു ഫ്ലാറ്റും കിട്ടിയിട്ടില്ല. പറഞ്ഞ വാക്കുകളും പാലിച്ചിട്ടില്ല. ഓല് നമ്മളടുത്ത് വന്ന് അതിനുള്ള പരിഹാരം ഒരു വരെ കണ്ടിട്ടുമില്ല. ഇതൊക്കെ നേരത്തെ തരാമെന്ന് പറഞ്ഞാണെന്നല്ലേ? പക്ഷെ ഒന്നും നടപ്പില് വന്നില്ല. വാക്കല്ലാതെ വേറൊന്നുമില്ല. ഒരു കാര്യം ഇന്ന് വരെ ശരിയാക്കിയിട്ടില്ല. ഫ്ലാറ്റ് തരാ, തൊഴിലാളികൾക്ക് അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാ, പിന്നെ എല്ലാ കാര്യങ്ങളും അവര് ഞങ്ങളോട് ഞങ്ങൾ അടുത്ത് വന്ന് പറഞ്ഞതാണ്.
അപ്പം ഇവിടെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ സ്ഥാനാർത്ഥി എന്നൊക്കെ അറിയാലോ? അറിയാം. ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞേ? രാഹുൽ ഗാന്ധി, ആനി രാജ, പിന്നെ സുരേന്ദ്രൻ. ഇതിലൊരു ആർക്കായിരിക്കും ഒരു മേൽക്കം ഉണ്ടാവുന്നേ? മേൽക്കുണ്ടാകളി നമ്മളെ രാഹുൽ ഗാന്ധിക്ക് തന്നെ. അപ്പം രാഹുൽ ഗാന്ധി ഇവിടെ എപ്പോഴും വരാൻ പറ്റത്തൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ മാത്രമേ വരാൻ പറ്റുള്ളൂ. അതന്നെ നമ്മളാരും കാണൂല്ല. അഥവാ കാണാൻ പോയാല് കാണാൻ പറ്റൂല്ല. പക്ഷെ എങ്കിലും നമ്മള് ഒപ്പം ആർക്കൊപ്പമാണ്? ഞമ്മള് രാഹുൽ ഗാന്ധിന്റെ ഒപ്പം തന്നെ. നമ്മളെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഹൃദയം ഓലൊപ്പുണ്ട്. ഓല് സഹകരിച്ച് ഓരോട് ഉള്ള എല്ലാ ആത്മാർത്ഥ നല്ല പിന്നെ ഓടുകൂടെ ജയിക്കട്ടെ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊക്കെ വരാൻ ഒരു ഇടവേള അനിവാര്യമാണ്. അതിനുശേഷം വേഗം തിരിച്ചെത്താം. ഇവിടുത്തെ മറ്റു വിഷയങ്ങളുണ്ട്, മറ്റ് പ്രതികരണങ്ങളുണ്ട്, അതൊക്കെ തേടുകയും ചെയ്യാം, മറ്റു വാർത്തകളും കാണുകയും ചെയ്യാം. മോർണിംഗ് വൈബ്സിന്റെ ഒരു ഇടവേളയാണ്. സുന്ദരിത്തട്ട് കുറഞ്ഞു ഏകദേശം. തീർച്ചയായും മോർണിംഗ് വൈബ്സിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതിസന്ധി തന്നെയാണ് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ നേരിടുന്നത്. അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ രാവിലെ മുതൽ തന്നെ ആരംഭിക്കും ഇതിനെ ചപ്പ് നുള്ളുക എന്നാണ് പറയുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ കൂടി നമുക്ക് തരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുനരധിവാസ പാക്കേജുകൾ അനുവദിക്കുക, ഒപ്പം തന്നെ ഇവർ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പാടി എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. അതിൽ ആ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ അതിന്റെ ദൃശ്യങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ തന്നെ അവിടെ എങ്ങനെ താമസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും നോക്കിക്കാണേണ്ടത്. കാരണം അത്രയും ദുരവസ്ഥ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. ചേച്ചി, എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പൊക്കെയാണ്. തെരഞ്ഞെടുപ്പൊക്കെ നല്ലതിൽ നടക്കട്ടെ. ഞങ്ങളെ കാര്യങ്ങളും കൂടി എല്ലാം കൂടി പരിഹരിക്കണം. ആവശ്യങ്ങളൊക്കെ പരിഹരിച്ചു തരിക. പിന്നിപ്പോ അങ്ങനെ പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇതിപ്പോ ഈ നമ്മുടെ ആവശ്യം എന്നൊക്കെ പറയുമ്പോ എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ? ഞങ്ങളെ ആവശ്യം എന്ന് പറഞ്ഞാല് ഞങ്ങൾക്കിപ്പോ കൂലിന്റെ ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട്. കൂലി ഇപ്പൊ കൂട്ടി തന്നതിന്റെ, പിന്നെ ഞങ്ങൾക്ക് ചാക്കിന്റെ പുതപ്പിന്റെ അതൊക്കെ ഡേറ്റ് തെറ്റിയിട്ടായാലും തരലുണ്ട്. ശമ്പളം തരുന്നത് ഞങ്ങൾക്ക് വൈകിട്ടാണ്. വൈകിട്ടാണ് ശമ്പളം തരുന്നത്? വൈകിട്ട് പറഞ്ഞാൽ ആദ്യമൊക്കെ 10-ാം തീയതി ആയിരുന്നു. ഇപ്പൊ 20-ാം തീയതിയാണ്. 20-ാം തീയതി തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കുന്നത് പറയുന്നത്? അത് ഇതിന് മുന്നേ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കാരണത്താലെയാണ് സാധിക്കുക അങ്ങനെ ആയത്. എല്ലാ മാസത്തിലും എല്ലാ ദിവസവും പണി ഉണ്ടാവും? പണി എല്ലാ ദിവസവും ഉണ്ട്. ഞങ്ങള് സ്ഥിരമായിട്ട് എടുക്കുന്ന ലേബറല്ലേ, അതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് പണിയുണ്ട്. കൂലി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളുണ്ട്. ഞങ്ങൾക്കിപ്പോ കൂടിയതാണ്. പക്ഷെ 500 രൂപയൊക്കെ എത്തിയിട്ടില്ല. അതിന്റെ താഴേക്കേ ഉള്ളൂ ഞങ്ങൾക്ക് വരുമാനം. അപ്പം ഈ ഒരു പുനരധിവാസ പാക്കേജ്, അതായത് നമുക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തി നൽകുക, അപ്പം നേരത്തെ മറ്റു ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ഫ്ളാറ്റുകളൊക്കെ നൽകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. അതൊക്കെ ഒരു ലൈനുണ്ട്, എസ്റ്റേറ്റ് റൂമുണ്ട്. അത് ഇപ്പൊ നമ്മള് സർവീസ് വാങ്ങണ ആ റൂം ഉണ്ടാവും. അതിലെങ്ങനെയാ? ആ റൂമൊക്കെ എങ്ങനെയാ? നല്ലതാണോ? കിടക്കാനൊക്കെ പറ്റുമോ? നിക്കണ റൂമിലൊക്കെ വലിയ കുഴപ്പമില്ല, എന്നാലും ദയനീയാവസ്ഥ തന്നെയാണ്. ദയനീയാവസ്ഥ തന്നെയാണ്. ഇക്കാര്യമൊക്കെ ഈ വരുന്നവരടുത്തൊക്കെ പറയാറുണ്ടോ? അതൊക്കെ അതിന് ആൾക്കാര് വരുന്നില്ലല്ലേ. ഇലക്ഷന്റെ സമയത്ത് മാത്രല്ലേ വരുന്നുള്ളൂ. ഇലക്ഷൻ സമയത്ത് മാത്രമേ വരുന്നുള്ളൂ. അല്ലാത്തപ്പോ ഇവിടെ തിരിഞ്ഞു നോക്കാം. അപ്പോഴൊന്നും ആൾക്കാരൊന്നും തിരിഞ്ഞു നോക്കാറൊന്നുമില്ല. ഈ ഇലക്ഷൻ സമയത്ത് ആരൊക്കെ ഇവിടെ വന്നു? ഇലക്ഷൻ സമയത്ത് ഇപ്പൊ ആരും വന്നിട്ടില്ല. ഇപ്പോഴും വന്നിട്ടില്ല ഇതുവരെ. 2 ദിവസമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ മാത്രമാണ് ഫസ്റ്റ് എത്തിയത്. വേറെ ആരും എത്തിയിട്ടൊന്നുമില്ല. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ തന്നെ. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. ചേച്ചി, എങ്ങനെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പാണ്, ആരൊക്കെ പോകണമെന്നൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവില്ലേ? 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകാൻ. എന്തായാലും വോട്ട് ചെയ്യുമല്ലോ അല്ലേ? ആർക്കാണെന്നൊക്കെ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടോ? ഇവിടെ ആര് ജയിക്കും? എന്നാലും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടില് ആര് ജയിക്കും? അത് പറയാൻ പറ്റില്ല. അത്ര ഇഞ്ചോടിഞ്ച് പോരാട്ടമാണോ ഇവിടെ നടക്കുന്നത്? അതാണ്. എന്തായാലും ചേച്ചി, ഞാൻ ചോദിക്കാൻ മറന്നു പോയതാണ്. ഉമ്മ, എങ്ങനെയുണ്ട് ഇവിടുത്തെ മറ്റേ ചേച്ചി പറഞ്ഞ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് വയനാട്ടിൽ സംബന്ധിച്ച്. അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണോ?
വോട്ട് എലക്ഷൻ ആകുമ്പോ മാത്രം നിങ്ങള് ആരെങ്ങനെ വരും, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പൊടി പോലും ഉണ്ടാവില്ല. നമ്മളെ കയ്യന്നെ ജയിച്ചാന്ന് നമുക്ക് എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? അതൊക്കെ ഉണ്ട്, എല്ലാരും കയ്യന്നെ ജയിച്ചാന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം, മറ്റു വാർത്തകളിലേക്ക് വരാം. ഒരു ഇടവേള കൂടി അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. മറ്റു നിലയ്ക്ക് പറഞ്ഞോ പെറ്റ നമ്മൾ തിരിച്ചെത്തുമ്പോൾ തന്നെ ഞാനും ഇപ്പോഴും റിപ്പിൾ 12 ആ തോട്ടത്തിൽ തന്നെയാണുള്ളത്. ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രതിസന്ധിയും ഒപ്പം തന്നെ അവരുടെ പ്രതികരണങ്ങളും ഒപ്പം തന്നെ അവരുടെ ഈ തെരഞ്ഞെടുപ്പിനെ അവർ എങ്ങനെ നോക്കിക്കാണുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചോദിച്ചറിയുന്നത്. ഞാൻ വീണ്ടും ജഷീറിലേക്ക് പോവുകയാണ്. ജഷീർ, അതായത് നമ്മളിപ്പോൾ ചോദിച്ചപ്പോഴൊക്കെ തന്നെ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പോലും തന്നെ ഇവിടെ ആരും വരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടിയുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല. ഒപ്പം തന്നെ ഒരു പക്ഷേ അവർ വരികയാണ് എങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ മാത്രമാണ്, അല്ലാത്തപ്പോൾ ഇവിടെ വരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? തൊഴിലാളികളുടെ പ്രതിസന്ധികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് കാലങ്ങളിലായി വർഷങ്ങളിലായി പ്രതിസന്ധികളാണ്. അത് പരിഹരിക്കപ്പെടുക എന്നതിന് ശാശ്വത പരിഹാരം ഞാൻ പറഞ്ഞ പോലെ ഗവൺമെന്റുകൾ ഒരു സ്റ്റെപ്പ് ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ വേതന വിഷയങ്ങളിൽ ഇപ്പൊ നമ്മൾക്കറിയാം, നമുക്കൊക്കെ ഒരു 1000 രൂപ കിട്ടിയാൽ പോലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നത്തെ നമ്മുടെ വർത്തമാന കാലത്തുള്ളത്. കേവലം 400 രൂപയ്ക്ക് അടുത്താണ് ഇവരുടെ വേതനം ഉള്ളത്. അപ്പൊ അത് തന്നെ ഇപ്പൊ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒരു 65 രൂപ വർദ്ധിപ്പിച്ചതിന്റെ പേരിലാണ് ഇവർക്കൊരു ചെറിയൊരു മാറ്റം വന്നത്. ഈ തൊഴിലാളി വിഷയങ്ങളിൽ ഇപ്പൊ നമ്മളൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇവർക്കൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ നമുക്കൊക്കെ ഇപ്പൊ ഈ പ്രളയവും അതുപോലെ കോവിഡ് വന്ന സമയത്തൊക്കെ മറ്റുള്ള സഹായങ്ങളൊക്കെ ഞാനൊക്കെ ഈ തോട്ട മേഖലയിൽ കടന്നു വന്ന് മഴയും ഇതൊക്കെ വന്ന സമയത്ത് സഹായിക്കാറുണ്ട് നമ്മളൊക്കെ. പക്ഷേ ഗവൺമെന്റ് പരാജയമാണ്, സമ്പൂർണ്ണ പരാജയമാണ്. അതിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ്. തോട്ടം മേഖല നമുക്കറിയാം, പാടി എന്ന് പറയുന്ന ലയം എന്നും ഒക്കെ പറയും. ഇടുക്കിയിലും വയനാട്ടിലും മാത്രമാണ് ഈ ലയങ്ങളുള്ളത്. ആ ലയത്തിലേക്ക്, ആ പാടിയിലേക്ക് ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും നമ്മുടെ വീട്ടിനകത്ത് ഉറങ്ങാൻ സാധിക്കില്ല. കാരണം അത്തരത്തിൽ മോശപ്പെട്ട, ഒന്ന് തല ചായ്ക്കാൻ അല്ലെങ്കിൽ ഒന്ന് അവസാനം ഒന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ പാടികളിലുള്ളത്. നേരത്തെ പറഞ്ഞില്ലേ, അതായത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച അതേ ആ ഒരു കോളനി തന്നെയാണ് ഇപ്പോഴുള്ളത്. ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ നേരത്തെ 65 രൂപ കൂട്ടി നൽകിയെന്ന് പറയുന്നു. പക്ഷേ ഈ ലയങ്ങളൊക്കെ പുനരധിവസിപ്പിക്കാനോ അല്ലെങ്കിൽ പുനർനിർമ്മീകരിക്കാനോ ഒക്കെ തന്നെ അന്നൊരു ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടില്ല അല്ലേ? അതായത് മാറി വരുന്ന രണ്ടുപേർക്കും സാധിക്കുന്നില്ല, അങ്ങനെയാണ്. മാറി വരുന്ന ഗവൺമെന്റുകൾ, അത്തരത്തിലേക്ക് ഞാൻ ചർച്ചയിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ഗവൺമെന്റുകൾ പരാജയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എസ്റ്റേറ്റ് പാടികൾ കൃത്യമായിട്ട് അതിനിപ്പോ ഇവിടെ പോഡാർ പ്ലാന്റേഷൻ, ഹാരിസൺ ഉൾപ്പെടെയുള്ള പ്ലാന്റേഷൻ ഉള്ളത്. ഈ എസ്റ്റേറ്റ് പാടികളൊക്കെ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് മാറ്റം വരുത്തേണ്ടത് ഇവിടെയുള്ള മാനേജ്മെന്റ് ആണ്. അവരും കൃത്യമായിട്ട് അതിൽ ഇടപെടുന്നു എന്ന് പറയാൻ സാധ്യമാവില്ല. അവരിലും ആ വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ പരിഹരിക്കപ്പെടുക എന്നത് നമ്മുടെയൊക്കെ, ഞങ്ങളെ പൊതുപ്രവർത്തകരെയൊക്കെ ആവശ്യമാണ്. കാരണം ഞങ്ങളെ പിന്നോട്ട് പോകുന്ന പാരമ്പര്യമൊക്കെ തോട്ടം തൊഴിലാളികളാണ്. ഞങ്ങളെ ഉപ്പും ആ കാലഘട്ടങ്ങളിലൊക്കെ അവരും ഈ ചപ്പ് പറിച്ചൊക്കെ തന്നെയാണ് ജീവിച്ചത്. അന്നുള്ള വേതനം തന്നെ ഇന്ന് കൊടുക്കുന്നു, അന്നുള്ള പ്രതിസന്ധി ഇന്നും അനുഭവിക്കുന്നു. ഒരു മാറ്റം വരുന്നില്ല. നമ്മളെ കാലം ഓടുന്നതനുസരിച്ച് നമ്മൾ ഓടുകയാണ്. പക്ഷെ ഈ ഒരു മാറ്റം, ഒരു ഓട്ടം ഈ പ്രദേശത്ത് ഉണ്ടാവുന്നില്ല. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും എന്നോടൊപ്പം ഈ പ്ലാന്റേഷന്റെ സൂപ്പർവൈസർ കൂടി ചേരുന്നുണ്ട്, റഫീഖ് അല്ലെ? റഫീഖ്, എങ്ങനെയുണ്ട്? അതായത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ദിവസവേതനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളെ കുറിച്ച് പറയുന്നു. ഒപ്പം തന്നെ അവർ താമസിക്കുന്ന പാടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ പറയുന്നു. ഒരു പുനരധിവാസ പാക്കേജ് അടക്കമുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ അവരെ തേടി ഈ ജനപ്രതിനിധികളൊക്കെ എത്താറുള്ളത്. അല്ലാത്തപ്പോൾ അവരെ നോക്കി കാണാൻ പോലും അവരെത്തില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് സർവ്വസാധാരണമായിട്ടുള്ള വിഷയം തന്നെയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും ഈ കേരളത്തിൽ ഏറ്റവും വേതനം കുറഞ്ഞ ഒരു തൊഴിലാളികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ തോട്ടം തൊഴിലാളികളായിരിക്കും. 500 രൂപ പോലും സ്ഥിരം വേതനമായിട്ട്, ദിവസവേതനമായിട്ട് കിട്ടാത്തൊരു സാഹചര്യമാണ് ഇന്നുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു പുതിയ കൂലി നിശ്ചയിക്കാനോ പുതിയ കൂലി വർദ്ധിപ്പിക്കാനോ വേണ്ട സാഹചര്യങ്ങൾ ഈ സർക്കാർ എടുക്കുന്നില്ല. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി എന്ന് പറയുന്ന PLC, തോട്ടം തൊഴിലാളികളുടെ ആധികാരിക സർക്കാർ തലത്തിലുള്ള ആധികാരിക സംഘടനയാണ്.
ആ കമ്മിറ്റി പോലും വിളിച്ചു ചേർത്തിട്ട് ഏകദേശം ഒരു വർഷത്തോളാകാനായി. തൊഴിലാളികളുടെ പ്രശ്നത്തിൽ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നത്തിൽ യാതൊരു ഇടപെടലും തൊഴിൽ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇടപെടുന്നില്ല എന്നുള്ള വലിയ സത്യം. അപ്പം ഈ മാനേജ്മെന്റിൽ ഇക്കാര്യത്തിലൊരു ഇടപെടൽ നടത്തുന്ന അല്ലെങ്കിൽ മാനേജ്മെന്റ് തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണോ പോകുന്നത്? മാനേജ്മെന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരുകൾക്ക്. അതിനാണ് PLC എന്ന് പറയുന്നത്. അത് ഇന്ന് വരെ ഒരു വർഷത്തോളമായിട്ട് അത് വിളിച്ചു ചേർക്കുന്നില്ല. ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ മാനേജ്മെന്റ് ഒരുക്കുന്നുണ്ടെങ്കിൽ കൂടി തൃപ്തികരമല്ല. ഇപ്പോൾ ഈ ഗവൺമെന്റ് വരുന്ന സമയത്ത് പറഞ്ഞതാണ് ലയങ്ങളൊക്കെ, അതായത് പാടി എന്ന് പറയുന്ന തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ ഫ്ളാറ്റുകളാക്കിയിട്ട് പുതിയ സാഹചര്യത്തിൽ പുതിയ സംവിധാനത്തിൽ ഞങ്ങൾ ഒരുക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ടൊക്കെ വാങ്ങിച്ചു പോകുന്നത്. പക്ഷെ അത് എത്രത്തോളം ആ പറഞ്ഞു പോകലല്ലാതെ തോട്ടം മേഖലയിലേക്ക് ഒന്ന് വന്ന് എത്തി നോക്കാനോ തൊഴിലാളികളെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ യാതൊരു വിമുഖത കാണിക്കുന്ന അതായത് ഒരു സർക്കാർ ഇടപെടലുണ്ട് എങ്കിൽ മാനേജ്മെന്റ് അതിനനുകൂലമായി നിൽക്കുമെന്ന് തീർച്ചയായിട്ടും സർക്കാർ എത്രത്തോളം തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നോ അതിനനുസരിച്ച് മാനേജ്മെന്റ് അവരെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളൊക്കെ ഞങ്ങളുടെ അനുഭവങ്ങളുണ്ട്. തോട്ടം മേഖലയിൽ മാനേജ്മെന്റിന് വലിയൊരു പവർ ഉണ്ട്. ആ മാനേജ്മെന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരുകൾക്ക്. തീർച്ചയായും അത് തന്നെയാണ് കൃത്യമായി ആ ഒരു നിലപാട് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതായത് മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കും, പക്ഷെ അതിന്റെ ഇടപെടലുകൾ നടത്തേണ്ടത് സംസ്ഥാന സർക്കാർ ആണ് എന്നുള്ളൊരു ആവശ്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അഭിപ്രായമാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും മറ്റു വാർത്തകളിലേക്കൊക്കെ തന്നെ നമുക്ക് മടങ്ങിയെത്താം. വീണ്ടും ഒരു ഇടവേളയാണ്. നമ്മൾ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടും പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. ഉമ്മ, എന്താ പേര്? നബീസ. എവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം ഒക്കെ എങ്ങനെയുണ്ട്? ഒപ്പം തന്നെ നമ്മളിപ്പോ ഈ തോട്ടത്തിലെ ഈ ഒരു സാഹചര്യം ഇതെങ്ങനെയാണ്? ഇത് ഇവിടുന്ന് ഇത് നുള്ളി ഇത് എവിടെ കൊണ്ട് കൊടുക്കും? കാട്ടയിലാ? അങ്ങനെയാണ്. അതായത് ഇവിടുന്ന് എത്ര ഇത്ര കണക്കുണ്ടോ ഒരു ദിവസം ഇത്ര നുള്ളണമെന്നൊക്കെ? കണക്കൊക്കെ ഉണ്ട്. ഈ പെണ്ണിട്ട് കൊടുക്കാൻ നല്ല സംസാരിച്ചു. അത് കുഴപ്പമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പല്ലേ, ഇവിടെ ആരും ഇവിടെ രാഹുല്. എന്താ അങ്ങനെ? ഞങ്ങക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെയാണ് അതന്നെ ജയിക്കോളൂ. അത്ര ഉറപ്പാണ്. ഭൂരിപക്ഷം എത്ര ഉണ്ടാവും? കഴിഞ്ഞ ദിവസം നമുക്ക് അറിയില്ല, എങ്കിലും ജയിക്കും. ശരി, തീർച്ചയായും അത് തന്നെയാണ് ഇതിന്റെ പ്രതികരണമാണ് നടത്തുന്നത്. നമുക്ക് മറ്റ് പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. ചേച്ചി എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇതെങ്ങനെയാണ് ഇവിടുന്ന് ഇത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? അതൊന്ന് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഇതാ ഇവിടുന്ന് രാവിലെ എത്ര മണിക്ക് തുടങ്ങും ഇത്? ഞങ്ങൾ രാവിലെ 8 മണിയാകുമ്പോ, ഇപ്പൊ നേരത്തെ തൂക്കുന്നതുകൊണ്ട് 7 മണിയാകുമ്പോ തുടങ്ങും. 7 മണിയാകുമ്പോ തുടങ്ങും. 1:30 ആകുമ്പോ തൂക്കി വിടും. അതായത് ഒരു ദിവസം എത്ര ഇത് നുള്ളണം? അങ്ങനൊന്നുമില്ല. 27 കിലോനാണ് ഒരു കൂലിക്ക്. ബാക്കിയുള്ളത് എക്സ്ട്രാ പറക്കുന്നതിന് അതിനുള്ള പൈസയുണ്ട്. എത്ര കിലോ ആണെന്ന് പറഞ്ഞേ? 27 കിലോ ഒരു ദിവസം നുള്ളണം കൂലിക്ക് മിനിമം. ഇവിടെ ചപ്പുണ്ടെങ്കിൽ 10-50 കിലോനൊക്കെ 100 കിലോനൊക്കെ വെട്ടും ഞങ്ങൾ. എന്നിട്ട് ഇത് എവിടെയാണ് കൊണ്ട് കൊടുക്കുന്നത്? ഫാക്ടറിക്ക് അടുത്ത് തന്നെയാണ്. എന്നിട്ട് അവരവിടെ തൂക്കിയെടുക്കുമല്ലേ? അവിടെ അവര് തൂക്കിയെടുത്ത് പിന്നെ ഞമ്മക്കുള്ള പൊടികൾ പാക്കറ്റാകും, പുറത്തേക്കുള്ളതും അങ്ങനെ കൊടുക്കും. അങ്ങനെയാണ്. അപ്പം ഇതിന് കൃത്യമായിട്ടുള്ള കൂലി ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്നുണ്ട് പറഞ്ഞാല് ഇതുവരെയുള്ള പറഞ്ഞ കൂലിയൊക്കെ ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടുണ്ട്. അതായത് ഒരു കൂടുതൽ തുക വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ പറഞ്ഞിരുന്ന ഒരു പിന്നെ 500 റുപ്യ കൂലി ആക്കണമെന്ന്. അങ്ങനെ പിന്നെ ചപ്പൊന്നും കൂട്ടാതെ തന്നെ ഒരു 50 റുപ്യ കൂട്ടി തന്നിട്ടുണ്ട്. അതായത് അങ്ങനെയുണ്ടല്ലേ? അതായത് 27 കിലോ എന്നുള്ളത് അങ്ങനെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ കൂട്ടി ആവശ്യമാണല്ലോ. 50 റുപ്യ വെച്ച് കൂട്ടി തന്നിട്ടുണ്ട്. 50 റുപ്യ വെച്ച് കൂട്ടി തന്നു. തീർച്ചയായും അങ്ങനെയുള്ള പ്രതികരണം തന്നെയാണ് എന്തായാലും ഉള്ളത്. മറ്റു പ്രതികരണങ്ങൾ കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഇവർ ഇതിലേക്കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ തോന്നുന്നു. ഞാൻ തന്നെ വളരെ പാടുപെട്ടാണ് ഇതിലേക്കൂടെ ഒക്കെ നടക്കുന്നത്. കാരണം ഇത്രയ്ക്ക് ഒന്ന് ചറക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ താഴേക്ക് അങ്ങ് പോവുകയും ചെയ്യും. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മറ്റേ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഞാനും എഞ്ചിനും തവിട് പൊടി ആകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഉമ്മ എങ്ങനെയുണ്ട്?
തെരഞ്ഞെടുപ്പൊക്കെയാ? തെരഞ്ഞെടുപ്പ് നമുക്ക് ജയിക്കണം, ഞങ്ങൾക്ക് കൂലി 500 റുപ്യ കൂട്ടി തരണോ, ഞങ്ങൾക്ക് മഴത്തും കാറ്റത്തും മഴത്തും ഒക്കെ ഞങ്ങൾ പണിയെടുക്കല്ലേ, ഞങ്ങൾക്ക് വലിയ പണിയെടുക്കാനൊന്നും. അപ്പൊ ഞങ്ങൾക്ക് നല്ല കൂലിയൊക്കെ കൂട്ടി തരണോ. രാഹുൽ ജയിക്കട്ടെ. രാഹുൽ ജയിക്കട്ടെ. അതെന്തുകൊണ്ട് അങ്ങനെ? അതുണ്ട്. ആ മൂപ്പര് ജയിച്ചാലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം മറ്റു ആവശ്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇവിടെ ഒരു പ്രതിസന്ധി ഒക്കെ ഉണ്ടല്ലോ. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അത്ര ഇതൊന്നുമില്ല. എന്നാലും അവര് പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ അങ്ങനെ എടുത്തു പോകുന്നുണ്ട്. അവര് ഇത്ര വെട്ടണം അത്ര വെട്ടണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെക്കുന്നത് ഞങ്ങൾ വെട്ടും. രാഹുലിനൊക്കെ കാണാറുണ്ടോ? രാഹുലിനൊക്കെ കാണാൻ അന്ന് ഇവിടെ 3 വന്നപ്പോ ഞങ്ങള് കണ്ടു. ഏറെപ്പിള്ള ഇറങ്ങണത് കണ്ട്. ഞങ്ങള് ദൂരെ നിന്ന് കണ്ടതാ, മൂപ്പരെ കണ്ടിട്ടില്ല. ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്നത് കണ്ട്. അപ്പം കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു? ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങള് ജോലിക്ക് വന്നതല്ലേ, കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ പ്രചരണത്തിനൊക്കെ വരുന്ന, അതായത് റോഡ് ഷോ ഒക്കെ നടക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയി കാണണമെന്നുണ്ടായിരുന്നല്ലേ? കാണുന്നുണ്ടായിരുന്നു. ഞങ്ങളെ മറന്നാ ശരിയാവൂല. രാഘുലേ വന്ന് പോയി ജയിച്ചിട്ടേ ഞങ്ങളൊക്കെ മറന്നാലേ ശരിയാവൂല. മറക്കും തോന്നുന്നില്ല. മറക്കരുത് തന്നെ പറയുന്നത്. എപ്പോഴും ഞങ്ങളെ കണ്ടോണ്ടിരിക്കണം. ഞങ്ങൾ പറയുന്നതൊക്കെ അവര് സാധിച്ചു തരണം. സാധിച്ചു തരും വേണം. തരുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് തരണം. തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാല് തോന്നണം. രാഘുവിന് തോന്നണം. ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. എന്തായാലും അതെന്തായാലും ഉടനെ നടക്കുമെന്നൊക്കെ തോന്നുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ജഷീറൊക്കെ ഇല്ലേ, ജഷീറിനൊക്കെ ഒന്ന് സംസാരിക്കണം. ഞങ്ങൾക്കൊന്ന് രാഹുൽ ഗാന്ധിയെ കാണണം. പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. വോട്ട് ചെയ്ത് പോയതാ. പിന്നെ കല്യാണം പറയാൻ വന്ന്. പിന്നെ ഇതുവരെ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ കല്യാണത്തിന് പോയി കണ്ട്. അത്ര തന്നെ ഉള്ളൂ ജസീറിന്റെ കാര്യം. തീർച്ചയായും എന്തായാലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് വരുന്നത്. എന്തായാലും നമുക്ക് ഒരു മോർണിംഗ് ബൈക്സിൽ ഒരു ഇടവേള കൂടി അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മുഴുവൻ മടങ്ങിയെത്താം. പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞോ. നമ്മൾ തിരിച്ചെത്തുമ്പോൾ വീണ്ടും ഞാൻ കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ചേച്ചി, എങ്ങനെയുണ്ട്? പണിയൊക്കെ എങ്ങനെ നടക്കുന്നുണ്ട്? പണിയൊക്കെ നല്ല ഉഷാറിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ശമ്പളം അല്ലാത്ത ഒരു പൈസ, അധികം ചപ്പ് വെട്ടിയാൽ അധികം പൈസ തരണം. ഞങ്ങൾക്ക് കിലോ 27 കിലോ വെട്ടിയാൽ മതി കൂലിക്ക്. പക്ഷെ ഞങ്ങൾ 27 കിലോ അല്ല വെട്ടണം, 50 അല്ല. ചപ്പുണ്ടെങ്കിൽ ഞങ്ങൾ 100, 120 ഒക്കെ വെട്ടണം. ഞങ്ങൾക്ക് ഈ കൂലി അല്ലാത്ത ഒരു പൈസ ഞങ്ങൾക്ക് എസ്റ്റേറ്റ് തരുന്നില്ല. എന്ത് ചോദിച്ചാലും പ്രതിസന്ധിയാ. എപ്പോ എന്ത് ചോദിച്ചാലും പ്രതിസന്ധിയാ. ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, ഞങ്ങളെ ശമ്പളം ആവശ്യപ്പെട്ട് തന്നില്ല. വെറും 750 രൂപയും കൊണ്ടാണ് ഞാനൊക്കെ വിഷു കഴിച്ചത്. എന്തിനു പറ്റുക 750 രൂപ? ഞങ്ങളെ ശമ്പളം മുന്നേ ചോദിച്ചത്, തന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് എത്രയോ മാസങ്ങളായി ഇൻസെന്റ് ലീവ് പറഞ്ഞിട്ടാണ് ഈ ചപ്പം പൈസ തരിക. അത് തരാണ്ടായിട്ട് മാസങ്ങളായി. ഞങ്ങൾ വെറും ഈ ഒരു കൂലിക്കാണ് ഞങ്ങൾ ഈ പെണ്ണുങ്ങള് 8 മണി, ഇപ്പൊ ഞങ്ങൾക്ക് 7 മണിയാണ്. അത് വെയിലായതുകൊണ്ട് 30-ാം തീയതി വരെ കളക്ടർ ഓർഡർ ഉള്ളൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ 8 മണി തൊട്ട് 5 മണി വരെ ഞങ്ങളെ ടൈം. ആ 5 മണി വരെ ഞങ്ങൾ ഇതേ ജോലി ചെയ്യുന്നു. ഇതേ ജോലിഭാരം പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇതേ പണി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ 473 രൂപയെന്ന് വേണം മോനെ എല്ലാം കഴിയാൻ. ഒരു വീട് കഴിയണം, മക്കളെ പഠിപ്പിക്കണം, ഞങ്ങളെ ആവശ്യങ്ങൾ നടക്കണം. ഇതൊന്ന് തുച്ഛം പിടിച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ. എന്തിനൊക്കെ ഉണ്ടാവും? നിങ്ങൾക്ക് തന്നെ ആലോചിക്കാമല്ലോ ഇപ്പോഴത്തെ സാധനത്തിന്റെ വില. എല്ലാം ഈ ഒരു കൂലിന്ന് വേണം കിട്ടാൻ. എസ്റ്റേറ്റ് മാനേജ്മെന്റ് എന്താ പറയുന്നത്? മാനേജ്മെന്റ് എപ്പോ എന്ത് ചോദിച്ചാലും പ്രതിസന്ധി. അവരുടെ ഭാഗത്തുനിന്ന് അതല്ലാണ്ട് വേറൊരു ന്യായം അവർക്കില്ല. ഈ ഇതിലൊരു സർക്കാർ ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം നിങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മിനിമം കൂലി നൽകുക എന്നുള്ളതൊക്കെ. അതിലൊക്കെ ഒരു ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം പറഞ്ഞിട്ടുണ്ടായി. ഞങ്ങൾക്ക് ഇന്നാള് ഇതിന് മുന്നേ രാഹുൽ ഗാന്ധി ജയിച്ചപ്പോ 500 രൂപ ആക്കി തരണം എന്നായിരുന്നു ഞങ്ങൾ നിന്ന്. ഇപ്പൊ ഇനി ഈ സാധനത്തിന്റെ ഈ വില കൂടുതൽ കൊണ്ട് 500 ഒന്നും പോരാ, ഞങ്ങൾക്ക് 600 മിനിമം കൂലി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതായത് ഈ 27 കിലോ എന്നുള്ളത് നിലനിർത്തിക്കൊണ്ട് തന്നെ 600 എന്നുള്ളൊരു വരണമെന്നാണ്. ടാക്സ് കൂട്ടാണ്ട്, ഞങ്ങൾക്ക് തൂക്കം കൂട്ടാണ്ട് ഞങ്ങൾക്ക് കൂലി കൂടണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ എന്താ വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട ഒരു പണിയാണ് ഈ ചായ എസ്റ്റേറ്റ് മേഖലയിൽ ഈ ഒരു പണി. അപ്പം ഈ ഒരു മേഖലയിലൊക്കെ വലിയ വന്യജീവി ആക്രമണമൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ്? അതിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ആനയുണ്ട്. എന്റെ വീടിന്റെ തൊട്ട് ബാക്കിലെ കാട്ടാന 4 എണ്ണം വന്ന്. ആനയുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് ഇതാ കാട്ടിപ്പോത്ത് ഇറങ്ങിയിട്ടുണ്ട്, പുലിയുണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെയാണ് ഞങ്ങളും
ഈ പണിയെടുക്കണം. ഈ രാവിലെ ഇങ്ങനെ നടന്നു വരുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നിൽക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഈ വിഷ്വലൊക്കെ കാണാറുണ്ട്. കാരണം ഈ പുലിയൊക്കെ ഈ രാവിലെ നടക്കാൻ പോകുന്നവരുടെ മുന്നിലൂടെയൊക്കെ ഓടുകയും അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അപ്പം ഇങ്ങനെ രാവിലെ ഈ ഒരു വർക്കിനായി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്തൊക്കെ ഇത്തരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു കാര്യം അതിന് പരിഹരിക്കണമെന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ടല്ലോ. അത് കാണാണ്ടിരിക്കട്ടെ. ഞങ്ങൾക്ക് ഇവിടെ ഇതുവരെ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല പിന്നെ സ്റ്റേറ്റിലൊന്നും. ഉള്ളോടുണ്ട്. ഇപ്പൊ കണ്ടിട്ട് പെണ്ണുങ്ങൾ കണ്ടു ഓടിയ സ്ഥലമൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഒരു പരിഹാരം വേണം തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത്. അങ്ങനെ ഒരു ആക്രമണം ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇപ്പൊ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പില് ഇപ്പം ആരൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ അറിയോ? എല്ലാരും അറിയാം. നമുക്ക് അറിയുന്നവർ തന്നെയല്ലേ. രാഹുൽ ഗാന്ധി, ആനി രാജ, സുരേന്ദ്രൻ, എല്ലാരും അറിയാം. ഇത്തവണ എങ്ങനെയാണ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ? 2 ദിവസം കൂടെ ഉള്ളൂ. 2 ദിവസം കൂടെ ഉള്ളൂ. നമ്മള് രാഹുലിനെ ജയിപ്പിക്കണം. അത്രേ ഉള്ളൂ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണ്. മറ്റ് ഭിന്നമായ അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ ആവശ്യങ്ങൾ അത് നിറവേറ്റി നൽകുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു തരണം. ബഷീർ ലഡു തന്നു പോയ പോലെ പോകരുത് എന്ന് മാത്രം പറയണം. തീർച്ചയായും അങ്ങനെ എന്തായാലും അങ്ങനെയുള്ള ഒരു ആവശ്യമാണ്. അത്തരത്തിലുള്ള കാര്യമാണ് അവർ പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലത്തൂടെ ഇവരിങ്ങനെ നടന്നു പോകുന്നത് തന്നെ ഇവരെ സമ്മതിക്കണം. കാരണം എനിക്കൊന്നും ഇങ്ങനെ നടക്കാനേ പറ്റുന്നില്ല. കാരണം ഇതിനിടയിൽ എങ്ങനെയൊന്നും ഇവർ പണിയെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അവർ മാന്യമായ കൂലിയാണ് ആവശ്യപ്പെടുന്നത്. അവരുടെ തീർച്ചയായും പിന്നെ വഴി പാടിയിലേക്ക് കയറി പോകുന്ന വഴി. ഇപ്പൊ ഞങ്ങളെ കൂടെ ഉള്ള അവളെ മാപ്പിള തീരെ സുഖമില്ലാണ്ട് കിടക്കും. എടുത്തിട്ട് പോകണം വഴി. അത് ഞാൻ ഇതിന് മുന്നേ ലേബർ ഓഫീസിൽ നിന്ന് അവർ വന്നപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ്. ഞങ്ങളെ പാടീന്റെ അവസ്ഥയൊക്കെ നിങ്ങളൊന്ന് വന്ന് നോക്കി നോക്കും. അതൊക്കെ ഒന്ന് നന്നാക്കി തരാനും. എത്രയോ കാലങ്ങളായിട്ടുള്ള പാടികളാണ്. അതുപോലെ കുടിവെള്ളം ഇപ്പൊ നന്നാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കുടിവെള്ളം മെയിനായിട്ട് ഈ പാടിക്ക് പോകുന്ന വഴികൾ പറയണം. മുന്നേ പറയുന്നില്ല, മറന്നു. എന്തായാലും അങ്ങനെ തന്നെയാണ്. വലിയ പ്രതിസന്ധി തന്നെയാണ് ഇവർ അനുഭവിക്കുന്നത്. കാരണം രാവിലെ മുതൽ തന്നെ 7 മണി മുതൽ തന്നെ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് 5 മണി വരെ ഏകദേശം 27 കിലോയോളം ഈ ചപ്പ് നുള്ളിയാൽ മാത്രമേ അവർക്ക് കൂലി ലഭിക്കൂ. പക്ഷേ ആ കൂലി പോലും കൃത്യസമയത്ത് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണിൽ പോലും തന്നെ അവർ മുൻകൂട്ടി ആവശ്യപ്പെട്ടിട്ട് പോലും ആ തുക അനുവദിച്ചിട്ടില്ല. എസ്റ്റേറ്റ് മാനേജ്മെന്റ് പറയുന്നത് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇടപെടലുണ്ടായിട്ടില്ല. ഒപ്പം തന്നെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ കൂടുതൽ പണിയെടുക്കാൻ തയ്യാറാണ്. കൂടുതൽ ചപ്പ് നുള്ളാൻ അവർ തയ്യാറാണ്. 100 കിലോയോളം ഒരു ദിവസം 100 കിലോയിലധികം ചപ്പുകൾ നുള്ളിയെടുക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. എന്തായാലും വീണ്ടും ഒരു ഇടവേളയിലേക്കാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മടങ്ങിയെത്താം. പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞോ. തിരിച്ചെത്തുമ്പോൾ തന്നെ നമുക്കറിയാം നാളെ പരസ്യപ്രചാരണം അവസാനിക്കുകയാണ് സംസ്ഥാനത്തുടനീളം. 20 ലോക്സഭാ മണ്ഡലത്തിലെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം നാളെ അവസാനിക്കുകയാണ്. അത്തരത്തിലുള്ള തകൃതിയായിട്ടുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് മുന്നണികളൊക്കെ നടന്നൊരു സാഹചര്യം കൂടിയാണ്. നമ്മൾ അതിൽ നിൽക്കുമ്പോൾ കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രതിസന്ധികൾ, അതായത് തോട്ടം തൊഴിലാളികളുടെ പ്രതിസന്ധികളടക്കം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. കാരണം അവർ കാലാകാലങ്ങളായി മുന്നോട്ട് വെക്കുന്ന പല ആവശ്യങ്ങളുണ്ട്. അത് ഭരണകൂടം കണ്ണടയ്ക്കുന്നു എന്നുള്ളൊരു ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ കൃത്യമായ സ്ഥായിയായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് വീണ്ടും ചോദിക്കാം, എങ്ങനെയുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പൊക്കെ തന്നെയാണ്. ഒപ്പം തന്നെ ഈ ജനപ്രതിനിധികളൊക്കെ ഈ നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളൊക്കെ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആദ്യം പറഞ്ഞിരുന്നു. ഇപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നുമില്ല. നമുക്ക് 600 രൂപ കൂലി തരാന്നാ പറഞ്ഞിരുന്നത്. അതില്ല. പിന്നെ ഫ്ളാറ്റ് കെട്ടിത്തരാറിന് ഫ്ളാറ്റ് ഇല്ല. പിന്നെ അരി വിതരണം സൗജന്യമായി ചെയ്യുമെന്ന് പറഞ്ഞാൽ അതില്ല. പെൻഷന് 7 മാസമായി പെൻഷൻ വിതരണം ചെയ്യൽ നിർത്തലാക്കിയിട്ട്. ഈ പെൻഷനൊക്കെ കാര്യം എന്താണ് പറയുന്നത്? ഇവരോട് ചോദിക്കാറുണ്ടോ? അപ്പം പെൻഷന് അവര് 1600 രൂപ തരുന്നത് 1200 രൂപ വെച്ചിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് 60 വയസ്സായ ആളുകൾക്ക്. അപ്പൊ അതൊന്നും കൊടുക്കുന്നില്ല. പിന്നെ അവരിങ്ങനെ പറയാന്നല്ലാണ്ട് വേറെ ഇതുവരെ ഒരു ഇതുണ്ടായിട്ടില്ല. ഈ ഫ്ളാറ്റ് കെട്ടിത്തരാന്ന് പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ഈ പാടി ലയങ്ങളൊക്കെ ഉള്ള അവിടെയാണോ? പാടി എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ജയിച്ചു കഴിഞ്ഞാല് ഓരോ ഫ്ളാറ്റ് കെട്ടിത്തരാന്നാ പറഞ്ഞിന്. പിന്നെ വീടില്ലാത്ത ആളുകൾക്ക് സ്ഥലവും വീടും കൂടി കൊടുക്കാന്നാ പറഞ്ഞിരുന്നത്. ഇതുവരെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. സ്ഥലമേറ്റെടുപ്പ് പോലും ഉണ്ടായിട്ടില്ല. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അതൊരു വാഗ്ദാനം മാത്രം പറഞ്ഞു പോയിട്ടുള്ളൂ. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ശരിയാക്കി തരുന്ന ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞു വന്നവർ പോലും ഒന്നും ശരിയാക്കി തന്നിട്ടില്ല. ഈ ഭാഗത്തേക്ക് പിന്നെ കാല് കുത്തിയിട്ടില്ല. അന്ന് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വന്നതാണല്ലേ? തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വന്നതാണ്. പിന്നെ നമുക്ക് സുരക്ഷിത വേണ്ടെന്ന് പറഞ്ഞാല് മൃഗങ്ങളെ ശല്യം ആണ് കൂടുതലുള്ളത്.
അത് മനുഷ്യന്മാർക്ക് സുരക്ഷിതം കുറവും മൃഗങ്ങൾക്ക് സുരക്ഷിതം കൂടുതലുമാണ്. അതങ്ങനെ എന്താ അങ്ങനെ തോന്നിയിട്ടുള്ളത്? മനുഷ്യൻ മരിച്ചാലും വേണ്ടിയില്ല, മൃഗങ്ങളെ സംരക്ഷിക്കണം എന്ന് ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ. രീതിയിലാണ് ഇപ്പൊ സർക്കാർ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു ഇത് വേണം നമുക്ക്. തീർച്ചയായും. എന്തായാലും മറ്റൊരു കാര്യം, ഇപ്പം അടുത്തൊരു തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുക, അപ്പം ആർക്കൊപ്പം ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ എന്തായാലും ജനിച്ച അന്ന് മുതലേ കോൺഗ്രസിന്റെ കൂടെ ഉള്ളതേ. ഇനി മരണം വരെ അതന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ഇത്തവണയെങ്കിലും ഈ ഒരു കാര്യത്തിലൊക്കെ ഒരു പരിഹാരം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകും തോന്നുന്നുണ്ടോ? ഇൻഷുറൻസ്, ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് പോണ അത് കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ പാവപ്പെട്ട ആളുകൾ ഹോസ്പിറ്റലിൽ പോണ സമയത്ത് അവര് പിന്നെ ഇൻഷൂർ അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇൻഷൂർ ഇല്ലാന്നാ പറയുന്നത്. അതൊക്കെ ഇവരെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് ചോദിച്ചപ്പോ തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, അതായത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പോലും ഇവിടെ ഒരു മെഡിക്കൽ കോളേജോ അങ്ങനെ ഒരു സംവിധാനം ഒന്നുമില്ല. ഇവിടെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല. വെറുതെ വാഗ്ദാനം മാത്രമേ ഉള്ളൂ. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ ഓടിപ്പോകും? നമ്മള് പ്രൈവറ്റ് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ പോയി ലക്ഷങ്ങള് സ്വർണം സ്ഥലമൊക്കെ വിറ്റുണ്ടാക്കിയിട്ട് നമ്മള് പൈസ കെട്ടിച്ചെടുത്തിട്ടാണ് പിന്നെ അസുഖം മാറ്റുന്നത്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എങ്ങനെയാ അവരെ എങ്ങോട്ടാ പോകുന്നത്? ഇല്ലാത്തത് നമ്മൾ എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതിനനുസരിച്ചുള്ള ഡോക്ടർമാരില്ലല്ലോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ്, അത് കഴിഞ്ഞാൽ അവർക്ക് മണ്ണിലേക്ക് യാത്ര. അതന്നെ ഉള്ളൂ. തീർച്ചയായും അത് തന്നെയാണ്, അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾ നേരിടുകയും ചെയ്തത്. UDF ഭരണത്തിൽ വരണം, എന്നാലേ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു സുരക്ഷിത ഉണ്ടാവുള്ളൂ. തീർച്ചയായും എന്തായാലും അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് വരുന്നത്. എന്തായാലും നമുക്ക് മറ്റു പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള ആവശ്യം ഒരു കാലാകാലങ്ങളായി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ മാറി വരുന്ന ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ തന്നെ പലതവണ വാർത്തകൾ നൽകാറുള്ള ഒരു കാര്യം കൂടിയാണ്. പല തവണയും ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി വലിയ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന തൊഴിലാളികളുണ്ട്, ഇവിടുത്തെ ജനങ്ങളുണ്ട്. അവരെല്ലാം തന്നെ ഒരു ആശുപത്രിയെ സമീപിക്കണമെങ്കിൽ അതിന് കൃത്യമായി ഡോക്ടർമാരുണ്ടാകില്ല, ഒപ്പം അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വെല്ലുവിളി. ഇവർക്ക് ഇവിടെ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകണമെങ്കിൽ പോലും തന്നെ വയനാട് ചുരം, ഈ താമരശ്ശേരി ചുരമൊക്കെ ഇറങ്ങി അങ്ങ് എത്തുമ്പോഴേക്കും സമയം വൈകാറാണ് പതിവായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനൊരു സമാന്തര പാത വേണമെന്നുള്ള ഒരു ആവശ്യം കൂടി അവർ പ്രധാനമായും മുന്നോട്ട് വെക്കാറുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി ഇവിടെ? എങ്ങനെ അതല്ല ഇത് എങ്ങനെയാ ഇത് നുള്ളുന്നൊക്കെ എങ്ങനെയാ? ചേച്ചിക്ക് ക്യാമറയുടെ മുമ്പിലേക്ക് വരുമ്പോ മടിയാണല്ലേ? തീർച്ചയായും എന്തായാലും കുഴപ്പമില്ല. നമുക്ക് മറ്റ് പ്രതികരണങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമാന്തര പാത വേണം എന്നൊരു ആവശ്യം കാലാകാലങ്ങളായി ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഈ തോട്ടമേഖലയിൽ മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ കാർഷിക മേഖല ആണ് വയനാടിനെ സംബന്ധിച്ചുള്ളത്. ഒപ്പം തന്നെ വന്യജീവി ആക്രമണങ്ങൾ വലിയ രീതിയിൽ പെരുകുന്നു. അല്പസമയത്തിന് മുമ്പ് നമ്മളോട് ഒരു ചേച്ചി പറഞ്ഞതുപോലെ തന്നെ മനുഷ്യരെക്കാൾ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു നിലപാട് കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിലൊക്കെ ഒരു കൃത്യമായ ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഈ വിശേഷങ്ങളിലേക്കും ഇതിന്റെ പ്രതികരണങ്ങളിലേക്കും ഒക്കെ വരാം. നമുക്ക് മറ്റൊരു വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് തേടി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് വയനാട്ടിലെത്തുന്നുണ്ട്. വൈകുന്നേരം 4 മണിക്ക് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന പ്രചാരണ പരിപാടിയിൽ ഖർഗെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇനി വയനാട്ടിലേക്ക് പ്രചരണത്തിനെത്താനുള്ള സാധ്യത കുറവായതിനാൽ ഇന്ന് ബത്തേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ചില പ്രചരണ പരിപാടികൾ ഒഴിവാക്കിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആലപ്പുഴയിലും ഒപ്പം തന്നെ തൃശ്ശൂരിലടക്കം പ്രധാനപ്പെട്ട പരിപാടികൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഒഴിവാക്കുകയും ചെയ്തു. ആ വാർത്തയിലൊക്കെ ആണ് നമ്മൾ പോവുകയും ചെയ്യുന്നത്. മറ്റൊരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് പാലക്കാടേക്ക് പോകുമ്പോൾ പാലക്കാട് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള AV ഗോപിനാഥ് LDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ അദ്ദേഹം പാർട്ടിയുമായി അസ്വാരസ്യത്തിലായിരുന്നു. പിന്നീട് കോൺഗ്രസ് പാർട്ടി വിട്ട് അദ്ദേഹം പുറത്തേക്ക് പോകുന്ന കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ ഏത് പാർട്ടിക്കാണ് അദ്ദേഹം പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തതയില്ലായിരുന്നു. നേരത്തെ തന്നെ അത് തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സമയത്ത് ആ കാര്യം വ്യക്തമാക്കാമെന്നായിരുന്നു അന്ന് പറയുകയും ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. AV ഗോപിനാഥ് LDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നടന്ന പൊതുയോഗത്തിലാണ് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ആലത്തൂർ LDF സ്ഥാനാർത്ഥി
മന്ത്രി കെ രാധാകൃഷ്ണനും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പിണറായിക്കൊപ്പം നിൽക്കുന്ന ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡും അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ വലിയ നിർണായകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തിലെ ഒരു പൊതു സാഹചര്യം നോക്കുമ്പോൾ വലിയ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാർ നേരിടുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷവും അതേ രീതിയിൽ തന്നെ ഉണ്ട്. കൂടാതെ NDA വലിയ സാന്നിധ്യം ഇത്തവണ ഉറപ്പിക്കുമെന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇടങ്ങൾ, അതായത് പത്തനംതിട്ട, ഒപ്പം തന്നെ തൃശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിനിധി ER രാഗേഷ് നടത്തിയ ഒരു അഭിമുഖത്തിൽ, അതായത് ഒരു കെ മുരളീധരനുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ ആദ്യഘട്ടത്തിൽ LDFും UDFും തമ്മിലാണ് തൃശൂരിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുക എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം ആ നിലപാട് അദ്ദേഹം തിരുത്തുകയായിരുന്നു. ഇത്തവണ NDAയും UDFും തമ്മിലുള്ള ഒരു ശക്തമായ പോരാട്ടമായിരിക്കും നടക്കുന്നത്. LDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുമെന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്യുന്നു. കൂടാതെ തന്നെ തൃശൂർ പൂരം അതിൽ പ്രതിസന്ധി ഉണ്ടാക്കിയതിന് കാരണം അത് LDF ആണ്, അത് NDAയുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കൃത്യമായ ആരോപണം കെ മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സംസ്ഥാനം തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി കേവലം 2 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. നാളെ പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കുകയാണ്. ആ പരസ്യപ്രചാരണം കൂടുതൽ കളർഫുൾ ആക്കുന്നതിന് വേണ്ടി, ഒപ്പം തന്നെ കലാശപ്പോര്, അത് തന്നെയാണ് ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഈ ഒരു നീണ്ട കാലത്തെ പ്രചരണ പരിപാടികളുടെ അവസാനം എന്ന് പറയുന്നതാണ് ഈ കലാശക്കൊട്ട് എന്ന് പറയുന്നത്. അത് വളരെ കളർഫുൾ ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാ മുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ എല്ലാ ലോക്സഭാ കേന്ദ്രങ്ങളുടെയും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഈ ഒരു കലാശപ്പോര് നടക്കുകയും ചെയ്യും. അത് വലിയ വർണ്ണാഭമാക്കി തീർക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നാളെ വൈകിട്ട് 6 മണിയോടുകൂടി ഈ ഒരു തെരഞ്ഞെടുപ്പ് കാഹളം മുഴക്കി ഉള്ള അതിന് തിരശ്ശീല വീഴുമെന്നുള്ളത് തന്നെയാണ്. പിന്നീടുള്ളത് നിശബ്ദ പ്രചാരണമാണ്. നിശബ്ദ പ്രചാരണത്തിന് ശേഷം വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. 2019 പോലെ തന്നെ ഒരു അനുകൂല ട്രെൻഡ് ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. പക്ഷേ 2004 സമാനമായിട്ടുള്ളൊരു ട്രെൻഡ് ഇത്തവണ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ LDF ക്യാമ്പും വെച്ച് പുലർത്തുന്നു. അതേസമയം ഇത്തവണ നില മെച്ചപ്പെടുത്താനാകും, 2 സീറ്റ് വരെ നേടാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ NDA ക്യാമ്പിനുമുണ്ട്. എന്തായാലും അതൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഞാനിവിടെ ഉള്ളത് വയനാട് ജില്ലയിലെ ഈ റിപ്പിൾ 12 എന്ന പോഡാർ പ്ലാന്റേഷനിലാണുള്ളത്. ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ 7 മണി മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. മോർണിംഗ് വൈബ്സിൽ ഇന്ന് ഇവിടെ തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണവും അത് തന്നെയാണ്. തോട്ടം മേഖലയിലെ പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ഒപ്പം തന്നെ സർക്കാരിന് മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയായിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് കൃത്യമായി അവരുടെ പ്രതിസന്ധികൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു, അവരുടെ ആശങ്കകൾ അവർ പങ്കുവെക്കുകയും ചെയ്തു. എന്തായാലും അതിനൊക്കെ തന്നെ ഒരു സ്ഥായിയായ പരിഹാരം വേണം എന്നുള്ള ആവശ്യം അവർ പങ്കുവെക്കുകയും ചെയ്യുന്നു. അതിനൊക്കെ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ ദേശീയ തലത്തിലും കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ഭാഗത്തുനിന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും എന്നോടൊപ്പം ഈ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത് ക്യാമറമാൻ ഹരികൃഷ്ണനാണ്. ഹരികൃഷ്ണന്റെ ദൃശ്യങ്ങളിലൂടെയാണ് എന്നെയും ഒപ്പം തന്നെ ഈ തോട്ടത്തിലെ ഭംഗിയും ഒപ്പം തന്നെ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകർ കാണുകയും ചെയ്തത്. എന്തായാലും നാളെ മോർണിംഗ് വൈബ്സിൽ മറ്റൊരിടത്തിൽ നിന്ന് വീണ്ടും കാണാം. അതുവരേക്കും വൈകിട്ട്.